ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലെസാപ്സോ എന്ന ബ്രീഡിന്റെ ഗ്രൂമിംഗ് സെക്ഷൻ ആണ്. നീളൻ രോമമുള്ള ലെസാപ്സോ നായ്ക്കളുടെ ചർമ്മ സംരക്ഷണം വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. പഞ്ഞിക്കെട്ട് പോലെയുള്ള ഇവരുടെ രോമങ്ങൾ ചീകി ഒതുക്കിയാലും ഭംഗിയാകും. എന്നാലും ഇത് മറ്റുള്ളവരുമായി പെട്ടെന്ന് ഇണങ്ങുന്നത് കൊണ്ട് തന്നെ ഗ്രൂമിംഗ് ചെയ്യാനെല്ലാം നല്ലപോലെ കോപ്പറേറ്റ് ചെയ്ത് നല്ല അനുസരണയുള്ള കുട്ടിയെ പോലെ തന്നെ നിൽക്കും. അതുപോലെ തന്നെ അവരുടെ സ്വതന്ത്ര സ്വഭാവം പലപ്പോഴും ചാടിയ സ്വഭാവത്തിന് കാരണമാകുന്നു എന്ന് പറയപ്പെടാറുണ്ട്. അതിനാൽ അവർക്ക് ശക്തവും നിരന്തരവുമായ നിർദ്ദേശങ്ങൾ ആവശ്യമാണ്. ഈ ഇനം അവരുടെ ഉടമസ്ഥരുമായി അടുത്ത ബന്ധമുള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ഒറ്റയ്ക്ക് കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരുടെ കണ്ണിന് മുകളിലുള്ള രോമം കട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഭംഗി വളരെയധികം കൂടും. കട്ട് ചെയ്തില്ലെങ്കിലും അവരുടെ കാഴ്ചയ്ക്ക് പ്രശ്നമൊന്നും വരില്ല. പക്ഷേ കട്ട് ചെയ്താൽ അവരുടെ ഒരു തേജസ് കൂടും. അപ്പോൾ ഈ ബ്രീഡിൻ്റെ ആദ്യ സ്റ്റേജിലെ ഹെയർ കട്ടിങ് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ബാത്തിങ് ടൈമാണ്. അപ്പോൾ ബാത്തിങ്ങിന് കൊണ്ടുപോവാണ്. അത് കഴിഞ്ഞ് കാണാം. അപ്പം നമ്മുടെ ആളിതേ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഹെയർ ഡ്രൈ ഒക്കെ ചെയ്ത് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അടുത്തത് നെയിൽ കട്ടിങ് സെക്ഷനാണ്. അപ്പം നെയിൽ കട്ട് ചെയ്യാൻ പോവാണ്. ഇവരുടെ ചെവി ക്ലെൻസ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര ഡീപ്പ് ക്ലെൻസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് ഇവരുടെ ഇയർ. ഫൈനൽ വർക്കാണിത്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഫിനിഷായി. ഒരു 2-2.5 മണിക്കൂറത്തെ പരിപാടിയാണിത്. എന്തായാലും ആള് വന്ന പോലെയല്ല, ഇപ്പോൾ സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു.